ആഹാ, എൻ്റെ രണ്ട് മക്കളും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഏ ഇവക്ക് എന്നാ പറ്റിയടാ, മുഖം ഇങ്ങനെ ഇരിക്കുന്നേ? ഏ ആ ഒന്നുമില്ല. അമ്മ വന്നോ? ഉം, അമ്മ അവിടെ ഇരിച്ച്. ഏ എന്താടി, ഇവക്ക് എന്താ പറ്റി? മുജുനെ എന്താ? ആ എനിക്കിങ്ങനെ അറിയാം, എനിക്കങ്ങ് പറഞ്ഞോട്. ഓഹോ, അപ്പൊ എണ്ണറിയില്ല. എല്ലാം അറിഞ്ഞിട്ട് എണ്ണൊന്നും അറിയാത്ത രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. ഏ എന്തറിഞ്ഞിട്ട് എന്ത്? നിങ്ങൾ രണ്ടുപേരും ആരെങ്കിലും ക്ലിയർ ആയിട്ട് പറയോ? മനുഷ്യനെ ഭ്രാന്ത് തുടിപ്പിക്കാത്ത എന്താ മീനു നിനക്ക്? അമ്മേ, എന്നെ കൊണ്ട് വേറെ ഒന്നും പറയിപ്പിക്കരുത് ഏട്ടാ. അമ്മ എല്ലാം അറിഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നേ. പിന്നെ എന്തിനാ എന്നെ കൊണ്ട് ഓരോന്ന് ചോദിപ്പിക്കുന്നേ? ഞാൻ മറന്നത് പിന്നെ എന്തിനാ എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കുന്നേ? ഏ ഇടി നീ എന്ത് മറന്നെന്നാ? നീ ഒന്ന് സമാധാനപ്പെട്ട് തറയി നിൽക്കി. നമ്മളെല്ലാവരും ഇവിടെ ഇല്ലേ? പിന്നെന്താ, അവൻ നിനക്കുള്ളത് തന്നെ. എനിക്കുള്ളതായിരിക്കണം. എനിക്ക് വേറെ മേലും കീഴും നോക്കാതെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കൊച്ചിലെ തൊട്ട് ഓരോന്ന് എൻ്റെ മനസ്സിൽ കുത്തിക്കയറ്റി വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് ഞാൻ എടുത്ത് കളയാനും പറ്റത്തില്ല. അതുകൊണ്ട് വേറെ കല്യാണം ആലോചിക്കുന്ന ഞാൻ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എനിക്ക് വയ്യ ഇനി കോമാളിയായിട്ട് നിൽക്കാൻ, കേട്ടോ അമ്മേ. എൻ്റെ പൊന്നു മോളെ മീനു, നീ ഇതിനാണോ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഇനി നിൻ്റെ അമ്മ ഒന്നും കാണാതെ ഇവിടെ നിൽക്കുന്നതൊക്കെ തോന്നുന്നു. അവൻ്റെ അടുത്തുള്ള കോടിക്കണക്കിന് സ്വത്ത് മുഴുവൻ എൻ്റെ മോളെ തലയിലാക്കിയിട്ട് ഈ അമ്മയ്ക്ക് വിശ്രമമുള്ളൂ പോരെ. അമ്മ ഇങ്ങനെ ഓരോ നോക്കിക്കൊണ്ട് നിന്നു. അവസാനം അവനെ കൊണ്ടുപോകേണ്ട ആൾക്കാർ കൊണ്ടുപോകും. അവ ഇപ്പോഴേ വളർന്നു തുടങ്ങി. കൊണ്ടുപോവേണ്ട ആൾക്കാർ കൊണ്ടുപോകും. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ആരെങ്കിലും നിന്ന് ക്ലിയർ ആയിട്ട് പറ. എടാ മിഥുനെ, നീയെങ്കിലും ഒന്ന് പറ. ഇവളെന്ത് തേങ്ങയുടെ ഈ പറയുന്നത്? ആ അതമ്മേ, നമ്മൾ അറിഞ്ഞവന് എങ്ങും ഇല്ലാത്തൊരു ചാഞ്ചാട്ടം. അത് ആരെ കാണുമ്പോൾ നമുക്കറിയോ? ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ മായാൻറ്റി ഇല്ലേ, ആ മായാൻറ്റിയുടെ മോളെ കാണുമ്പോൾ ചെറിയൊരു ചാഞ്ചാട്ടം അവന്. ആര്? മറ്റേ അദ്ഭുത കൊച്ചോ? ആ കൊച്ചിനെ കാണുമ്പോൾ ഇവന് എന്ത് ചാഞ്ചാട്ടം എന്നാ? എന്താടി ഇവന് അവളെ ഇഷ്ടമാണെന്നാണോ? ആ, ഇഷ്ടമാണ്. അവൻ എൻ്റെ അടുത്ത് കാണിക്കാത്ത അടുപ്പോ അവളടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്കറിയാം. അവള് കൊഞ്ചിക്കൊഴഞ്ഞ് അവൻ്റെ പിറകെ തന്നെ. ഇന്നാൾ കാണേണ്ടതന്നെ അവളെ കാലിൽ മുള്ളു കൊട്ടെന്നും പറഞ്ഞ് എനിക്ക് അവനെ കിട്ടിയില്ലെങ്കിൽ അവളെ ഞാൻ കൊന്നുകളയും. ഡി 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 ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങളൊന്നും ചെയ്യില്ലേ എൻ്റെ പൊന്നുമോളെ. അങ്ങനെ കൊല്ലാനൊന്നുമല്ലല്ലോ ഞാനിവിടെ നിൽക്കുന്നേ. പിന്നെ നിന്റെ ഏട്ടത്തിയമ്മക്കായിട്ട് വരുന്നതാ. അതുകൊണ്ട് ആട്ടോക്കൊന്നും എൻ്റെ മോക്ക് വേണ്ട. എടാ, എന്താ നിൻ്റെ ഉദ്ദേശം? മോനെ മിഥുനെ, വല്ല ദുരുദ്ദേശം ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നുമോ അതെടുത്ത് കളഞ്ഞേക്ക്. നമ്മൾ അർണവിൻ്റെ ഇവിടെ നിൽക്കുന്നേ. അമ്മ എന്തിനാമ്മ അവനെ ഇങ്ങനെ നടന്ന് പേടിക്കുന്നേ? അവൻ ആരാ? എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ അത് കാട്ടിയിട്ട് ഇരിക്കോളൂ. ഇനി ആരൊക്കെ എന്ത് ചെയ്താലും. അല്ലേ മീനു? അല്ലേടി? ആ, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങൾ എന്തോ ചെയ്യും, നിങ്ങൾ കാട്ടോ കാട്ടാതിരിക്കോ എന്തോ ചെയ്യും. ഞാൻ ഇവിടെ വന്നതിനുള്ള കാര്യം അമ്മയ്ക്ക് തന്നെ അറിയാം. അല്ലാതെ ആ കിളവിയിലൂടെ അവൻ്റെ അടുത്തുള്ള മൂത്ത ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ഇവിടുത്തെ സ്വത്തുക്കളെ കുറച്ചെങ്കിലും എനിക്കിങ്ങനെ വേണം, അറിയാലോ. അച്ഛൻ കാരണം ഉണ്ടായ കടം ചില്ലറയൊന്നുമില്ല. എനിക്കങ്ങനെ വഴിയിറങ്ങി പോകാനും വയ്യ. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്തിട്ടായാലും അല്ലെങ്കിൽ എനിക്കറിയണ്ട, എനിക്കറിയാം അവനെ കെട്ടിച്ച് തന്നെ പറ്റൂ. എൻ്റെ പൊന്നു മോളെ അമ്മയ്ക്കറിയാം. അല്ലാതെ ഞാനും ആ കിളവിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല വന്നിട്ടുള്ളത്. എൻ്റെ കിഴങ്ങ് അച്ഛൻ കാണുന്നത് നടക്കത്തുമില്ല. പൊന്നു മോള് വാ, അതൊക്കെ അമ്മ ശരിയാക്കാം. മക്കൾ വാ, ഇവിടെ ആരുമില്ല, നമുക്കൊന്ന് വെളിയിലോട്ടൊക്കെ പോയിട്ട് വരാം. ഇവിടെ ആരുമില്ലേ? അവരാലും എവിടെ പോയി അമ്മ? ആ, എവിടെ എൻഗേജ്മെൻ്റ് ഒക്കെ അല്ലേ, അപ്പോൾ രാധു അവരൊക്കെ അങ്ങോട്ട് പോയി. എല്ലാവരും തൊഴിലൊക്കെ കാണും. ഈ കിളവി അവൾ മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് പോയി കിളവി ഒന്ന് സോപ്പിട്ടിട്ട് വരാം. ഓ, ഞാനങ്ങ് വരുന്നില്ല. അമ്മ ചെല്ല്, എനിക്ക് അവരെ സോപ്പിടാനൊന്നും വയ്യ. ഏട്ടൻ പോണിപ്പോ. എടി ഞാൻ പോവാം, അത് നീ ചെല്ല്, ഞാൻ പിറകെ വന്നോളാം. മോനെ മിഥുനെ, നിന്നെ പ്രസവിച്ചത് ഞാനാണ്. എന്തേലും ദുരുദ്ദേശം ഉണ്ടോ അവിടെ നിൻ്റെ കയ്യിൽ? ഏടാ, ഏയ്, എന്ത് ദുരുദ്ദേശം? എനിക്കെന്തായാലും ഇപ്പോൾ ദുരുദ്ദേശമൊന്നുമില്ല. അമ്മ ഓരോന്ന് ആലോചിച്ച് BP കൂട്ടാതെ അമ്മ ചെല്ലാൻ നോക്ക്. ഞാൻ പോവാ. മീനു, നീ വാ, നമുക്ക് പോവാം. പിന്നെ ഒരൊറ്റ കാര്യം ഓർത്തോ, അർണ പറഞ്ഞ ഈ വീട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കും. അത് ഓർത്താ കൊള്ളാം. ഓക്കെ ഓക്കെ, ഇത് ഈ വീട് അവൻ്റെ പേരിലുള്ളിടത്തോളം കാലല്ലേ അവന് ഇത്ര അഹങ്കാരം. അതൊക്കെ ഞാൻ മാറ്റി തന്നോളാം. ആദ്യം അമ്മ പോയി ആ താഴത്തെ പുരാവസ്തു സോപ്പിട്ടിക്കുക. അവരുണ്ടെങ്കിലും നടക്കൂ. ആ, അത് തന്നെ. നീ വാ, നമ്മൾ പോവാം അങ്ങോട്ട്, കേട്ടാ? ശരി ശരി. അങ്ങനെ നിങ്ങൾ പറയുന്ന കേൾക്കാൻ ഞാൻ ആരാ? നിങ്ങളല്ല, എൻ്റെ വയ്യാത്ത തന്ത പറഞ്ഞാൽ പോലും ഞാൻ കേൾക്കില്ല.
എന്തായാലും ഒന്ന് നോക്കിയേക്കാം. ശോ, മനുഷ്യന്റെ ഉള്ള സമാധാനവും പോയി. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇവരെ കുറിച്ചൊക്കെ അവളെയായിരിക്കും ഇഷ്ടം. ആ, എന്തായാലും അമ്മോടോട് ചോദിച്ചു നോക്കാം. അവക്കറിയാൻ വഴി ഉണ്ടാവുമായിരിക്കും. ഓഹ്, എന്നാ എടുക്കടി. ഇവിടെ എന്താ എടുക്കാതിരിക്കുന്നത്? മനുഷ്യനെ മെനക്കെടുത്തുന്ന ടെൻഷൻ ഞാൻ അതിൻ്റെ അപ്പുറമാണ് നിൽക്കുന്നത്. അപ്പോഴവൾ ഹലോ ഹലോ, ഇതാര്? അദ്വികയോ? എടി, നമ്പറൊക്കെ ഓർമ്മ ഉണ്ടടി? അത് നാട്ടിൽ പോയപ്പോൾ എന്നെ മറന്നോ? ഒന്ന് പോടി എണീറ്റ്. അങ്ങനെയൊന്നുമില്ല, നമ്പറൊക്കെ ഓർമ്മ ഉണ്ട് എനിക്ക്. നിനക്കെന്താ പറ്റി മോളെ? എൻഗേജ്മെൻ്റ് ഒക്കെ അല്ലേ ഇതിന് ചേട്ടൻ്റെ? പിന്നെ എന്താടി ഒരു മ്ലാനത? എന്താടി നിനക്ക്? അത് പിന്നെ ഒന്നുമില്ലടി, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുക. എന്താ മോളെ, എന്തേലും പ്രേമനിരാശ വല്ലയാണോ? എന്താടി നാട്ടിൽ പോയപ്പോൾ ആരേലും കണ്ട് ഇഷ്ടപ്പെട്ടോടി? എന്താടി ആരെയും കൊരിഞ്ഞോ? പോടി, അതൊന്നുമല്ല. പിന്നെ എടി, ഞാൻ ഇങ്ങനെ അർണവ് സാറിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. സാറിൻ്റെ കാര്യം നീ എന്തിനാ ആലോചിക്കുന്നേ? എന്തോ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ സാറിൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എടി കൊക്കി, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ നീ എന്നോട് പറ. പ്രശ്നമൊന്നുമില്ലടി. നീ എന്തായാലും ഇങ്ങോട്ട് വാ. ഇവിടെ എൻഗേജ്മെൻ്റ് ഒക്കെ അല്ലേ, നീ എന്താ വരാതിരിക്കുന്നത്? ആദ്യം ഞാൻ വരാം, ഞാൻ ഈ വീട്ടിൽ ബോറൊക്കെ അടിച്ചിരിക്കുകയല്ലേ. പക്ഷെ ഞാൻ വരണോ? എടി നീ വാ, ഞാൻ ലൊക്കേഷനൊക്കെ അയച്ചു തരാം. ഒരു ബസ് കയറി വന്നാൽ മതിയല്ലോ. ഓക്കെ, വെറുതെ വീട്ടിൽ കുത്തിരിക്കണം കണ്ടി ഇതൊക്കെ അല്ലേ നല്ലത്. നീ അവിടെ അടിച്ച് പൊളിക്കാം. ഓക്കെ ഓക്കെ കൊക്കി, നീ ഓക്കെ ആണല്ലോ അല്ലേ? ആടി, ഞാൻ ഓക്കെയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേന്ന് നേരത്തെ പറഞ്ഞു. ഓടി, ശരി ശരി. ഓക്കെ ഓക്കെ, നടക്കട്ടെ. ബൈ. ശോ, അവളെന്തായിരിക്കും അങ്ങനെ പറഞ്ഞ്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞോളാം. മനുഷ്യനെ മെനക്കെടുത്ത്. എന്താവട്ടെ, എന്തായാലും സാറിനോട് തന്നെ ചോദിക്കാം, അല്ലാതെ ആരോടെ ചോദിക്കാൻ? എന്നാലും വാമിക ഉള്ളത് തന്നെ ആയിരിക്കോ? നീ റിലേഷനിലായിരിക്കോ? എന്താ അദ്വിക ഒറ്റക്കൊക്കെ ഇരുന്ന് സംസാരിക്കുന്നേ? ഇയാളാ? എന്താ അദ്വിക താൻ എന്നെ കണ്ടപ്പോ പേടിച്ചത്? എന്താടോ, എന്നതെനിക്ക് പേടിയാണോ? ഏടോ? ഏയ്, പേടിയൊന്നുമില്ല. ഞാൻ വെറുതെ പെട്ടെന്ന് കണ്ടപ്പോൾ ഷോക്കായതാ. എന്താ ചേട്ടാ, എന്താ ഇവിടെ അമ്പലത്തിൽ നിന്ന് പോയില്ലേ? ഇല്ലടോ, ഞാൻ അമ്പലത്തിൽ നിന്നും പോയില്ല. അല്ലെങ്കിലും എനിക്കതിന് വലിയ വിശ്വാസമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു സുന്ദരി കുട്ടി ഇരിക്കുകയില്ലേ, ആ കുട്ടിക്കൊരു കൂട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. എന്നാ പിന്നെ ചേട്ടാ ഇവിടെ ഇരുന്നു. ഞാൻ അമ്മയിലോട്ട് പോലില്ല. അമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളു. ഇല്ലടോ, അവിടെ അമ്മയെ കൊണ്ട്. താൻ കുറച്ച് നേരം കമ്പനി ആട്ടോ. താൻ എവിടെയാ പോകുന്നേ? കുറച്ചു നേരം ഇവിടെ ഇരിക്കേ. ഇത്രയും സുന്ദരിയാ നിന്നെ കാണുമ്പോൾ കൂടെ ഇരിക്കാനും എനിക്ക് തോന്നും. നീ ലുക്ക് സോ ഹോട്ട്. ശരി, എന്നാ ഞാൻ എന്തായാലും അങ്ങോട്ട് പോവാ. അമ്മ എന്നെ നേരത്തെ അങ്ങോട്ട് വിളിച്ചിരുന്നു. ചേട്ടാ ഇവിടെ ഇരുന്നോ, ഞാൻ പോയിട്ട് വരാം. ശരി, എന്നാ പിന്നെ കാണാം കേട്ടോ. അദ്വിക, കുറച്ചു നേരം ഇരിക്കടോ. എന്താണ് ടെൻഷൻ അടിക്കുന്നത്? അദ്വിക, താൻ കുറച്ചു നേരം ഇരിക്കടോ. താൻ എന്തിനാണ് പേടിക്കുന്നേ? എനിക്കൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട്. ലുക്ക് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ഹോട്ട്. ശരി, എന്തായാലും ചേട്ടാ അവിടെ ഇരിക്കും. എനിക്ക് എന്തായാലും കുറച്ച് ജോലിയുണ്ട്, ഞാൻ പോയിട്ട് പിന്നെ വരാം. അദ്വിക കൃഷ്ണ, എന്താ ഇത്ര ധൃതി? എവിടേക്കാണ് നീയോട് പറഞ്ഞില്ലേ? നീ എവിടെ പോകുന്നേ? ഇവിടെ ഇരിക്കേ, നീ കുറച്ച് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നീ പോയാൽ മതി. അല്ലാണ്ട് ചേട്ടൻ എന്താണ് ചേട്ടൻ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പോകണം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. സാർ എന്തായാലും എന്നെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് പിന്നെ വരാം. ബൈ. എൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ തന്നെ എൻ്റെ കൈ പിടിച്ചേക്കുന്നേ. വിടാനാ പറഞ്ഞേ. കയ്യിൽ നിന്നിട്ടോ, അതിൻ്റെ രണ്ട് കൈ പിടിക്കുന്നേ. അടങ്ങി നിൽക്കടി അവിടെ. എന്താടി കിടന്ന് പെടക്കുന്നേ? ഞാൻ തൊട്ടപ്പോൾ നിനക്ക് എത്ര കുഴപ്പമെന്തോ? നിൽക്കടി അവിടെ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? പ്ലീസ് നിങ്ങളുടെ കൈ വീഴേ. ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. പ്ലീസ് എന്നെ തൊടരുത്. നിൽക്കേ.
സത്യമായിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു കൊടുക്കും. ഡോണ്ട് ടച്ച് മീ. ഓ പിന്നെ നിന്റെ പറഞ്ഞവനങ്ങ് നിന്നെ ഇത്ര അടുത്ത് കിട്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാതെ പോകുമ്പോ പ്ലീസ് എന്നൊന്നും ചെയ്യരുത്. ഞാൻ ചേട്ടൻ്റെ കാൽ പ്ലീസ്, ഞാൻ കാൽ പിടിക്കാൻ എന്നൊന്നും ചെയ്യില്ല. വീട്ടിൽ മാറാൻ നിക്കടി ഓട്ടങ്ങി നിക്കടി മാറി നിൽക്കാനാണ് ഞാൻ പറഞ്ഞു. എവിടെ പോടി ഇങ്ങോട്ട് മാറി നിൽക്കണം. എങ്ങോട്ടടി ഓടുന്നേ? മര്യാദക്കല്ലെങ്കിൽ എൻ്റെ തനിക്കുളം മൂള കാണും. സഹകരിച്ചാൽ നിനക്ക് നല്ലതായിരിക്കും, അല്ലെങ്കിൽ കൊന്ന് തായി ഇതിൻ്റെ മണ്ടയിൽ ഞാൻ കേട്ടു. പ്ലീസ് ചേട്ടാ, എൻ്റെ കാൽ പിടിച്ചിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത്? മാറി എന്നെ വീട് ഞാൻ ഉറപ്പായിട്ട് അർണസാറിനോട് പറഞ്ഞു കൊടുക്കും. പ്ലീസ്, നിങ്ങൾ ഇത്ര ക്രൂരനാണ് ഞാൻ അറിഞ്ഞില്ല. പ്ലീസ് leave me. I beg you. Please leave me. Beg you. Please leave me. ചി കരയാതിരിക്കടി. നീ ഇങ്ങനെ കരയുമ്പോൾ എൻ്റെ കൺട്രോൾ പോവാം. സോ സ്റ്റോപ്പ് ലൈക്ക് ദാറ്റ്. പ്ലീസ് എന്നൊന്നും ചെയ്യില്ലേ? മിണ്ടാതിരിക്കടി. ഞാനാണെന്ന് കരഞ്ഞാൽ ഉണ്ടല്ലോ. എൻ്റെ വീട് ഞാൻ എല്ലാവരോടും പറയും. നിക്കടി അവിടെ. പ്ലീസ് എന്നൊന്നും മാറി നിൽക്കി. എൻ്റെ വീടാണ് ഞാൻ പറഞ്ഞത്. താൻ ഇത്രയും ക്രൂർ ഞാൻ അറിഞ്ഞില്ല. എന്നെ വിടണോ? ഞാൻ പിടിച്ചേ. നിക്കടി അവിടെ. പ്ലീസ് എന്നൊന്നും ചെയ്തില്ല. ഞാനവിടെ പ്ലീസ് ഞാൻ കാൽ പിടിക്കാൻ. ഞാൻ വീടിനൊന്നും എന്നൊന്നും ചെയ്യരുത്. പ്ലീസ്. Oh my God, I can't control this anymore. പ്ലീസ് എന്നൊന്നും ചെയ്യില്ല. കാൽ പിടിക്കാൻ മാറ് പ്ലീസ്. Your smell make me crazy, Adviga. I can't control. വീടാണ്. പ്ലീസ് മാറി നിൽക്കണം അങ്ങോട്ട്. ഓ ഡീ, നീനെ തള്ളിയോടി. നിക്കടി അവിടെ. Adviga, stop there. എൻ്റെ കൈ കിട്ടുന്നില്ല. സ്റ്റോപ്പ് there. ദേവേട്ടാ, Adviga, Maya quiet. Ni ne കരയുന്നേ? പറയടി. Adviga, പറ. പ്ലീസ് എന്നെ രക്ഷിക്ക്. അയാൾ എൻ്റെ പിറകെയുണ്ട്. പ്ലീസ് സാർ, പ്ലീസ് എന്നെ രക്ഷിക്ക്. ആരെ പറയണ്ടേ? Look at me, Adviga. I'm here. Okay, don't worry that. Okay. എന്താ പറ്റിയ മോനെ? എന്താ പറ്റിയ? ഇവനെന്താ മോളെ? എന്താ പറ്റി? എന്താണ് പറ്റി? പറ. അയാൾ എന്നെ പിറകെ വരുമോ ആൻറ്റി? നിക്കടി അവിടെ. മിഥുനോ? എടാ ഇവനോ? ആൻറ്റി പ്ലീസ്, ഇയാൾ ദയവായിട്ട് ഒന്നുമില്ല. I'm here. Don't worry, okay? ഒന്നുമില്ല നിനക്ക്. ഒന്നുമില്ല. ഞങ്ങളുടെ മൊത്തം കാലം നിന്നെ ഓരോരുത്തരും ഒന്നും ചെയ്യില്ല. അതുപോലെ നിനക്ക്. പിന്നെ ആൻറ്റി അവളങ്ങ് കൊണ്ടുപോകും. മോളെ വാ, നമുക്ക് അങ്ങോട്ട് പോകാം. മോളെ വാ. Adviga, അർണവ്, നീ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനൊന്നും ചെയ്തില്ല. നീ എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നത്? ഞാൻ എന്തായാലും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഓടിയപ്പോഴാണ് പിറക്കെ ഓടിയതാ. അല്ലേ Adviga? എന്താടാ പേടിച്ചോ നീ? എത്ര നാൾ നീ അവളെ എൻ്റെ മുന്നിൽ നിന്ന് മറച്ചു വെക്കും? One thing, she is so beautiful and I want to eat.
ഛ നിർത്തണ നായെ. അയ്യോ എന്റെ മോനെ ഇവിടെ എന്താ നടക്കുന്നത്? റൂട്ടാ നീ എന്റെ കുഞ്ഞിനെ ഉപകരിക്കുന്നു. മോനെ നിർത്ത് നിർത്ത് അമ്മ 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 നിർത്ത് അമ്മ. എടാ ദേവൂട്ടാ നിനക്ക് എന്താണ് തലയ്ക്ക് തുകയില്ലേ? നീ എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത്? ഇതൊക്കെ നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ എൻ്റെ കുഞ്ഞിനെ അവിടെ വിടാനോ ഇവൻ? ഞാൻ വിടാനോ? മുത്തശ്ശിയുടെ തോന്നില്ല. എൻ്റെ മുത്തശ്ശിയുടെ കുഞ്ഞുമോൻ ചെയ്തത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പെൺപിള്ളേരെ കാണുന്നതിൽ ചെറുതായിട്ടുള്ള ഇവൻ്റെ ഇളക്കം മാറ്റാൻ ഇവിടെ ഞാൻ തന്നെ ധാരാളം. ഞാൻ ഈ കുടുംബത്തിലുള്ളിടത്തോളം കൊല്ലം ഇവൻ്റെ കണ്ണ് ഒരു പെണ്ണിൻ്റെ മേളിൽ വീഴില്ല. അപ്പോൾ അതിന് നല്ലത് ഇവൻ്റെ കൈയും കാര്യം തല്ലി ഒടിക്കുന്നല്ലേ. ഇങ്ങോട്ടേക്ക് വാടാ മറ്റേ ഒരു പോക്കയങ്ങൾ വാടാ. പ്ലീസ് അമ്മ പ്ലീസ് എന്നൊന്നും ചെയ്ത അമ്മ അമ്മ അമ്മ. എടാ ദേവൂട്ടാ നിനക്ക് എന്താ പറ്റിയ മോനെ? കുഞ്ഞിനെ ഉപദ്രവിക്കണ്ടേ? ആരെങ്കിലും അമ്മ ഒന്ന് ചോദിക്കണ്ട കുഞ്ഞ്. എടാ ദേവൂട്ടാ നിർത്ത് നീ എന്തിനാ എൻ്റെ മോനായിട്ട് ഉപദ്രവിക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാവാൻ ചെയ്തേ? പൊന്നുമോനെ തെറ്റെന്ന് ഞാൻ പറഞ്ഞ ഇവിടെ അമ്മയ്ക്കും അമ്മാവയ്ക്കും ഒക്കെ തലയെ കൂടെ മുണ്ടോട്ടുകൊണ്ട് ഈ നാളിൽ കൂടെ നടക്കാൻ പറ്റും. പിന്നെ അമ്മായിയോട് ഞാനൊരു കാര്യം പറയണേ. ഇവൻ്റെ കണ്ണിന് ഏതെങ്കിലും പെൺകുട്ടിയുടെ മേലിൽ പോലും ഞാൻ അറിഞ്ഞ ഇതൊക്കെ തീ കൊളുത്താൻ പിന്നെ ഇവ ഉണ്ടാവില്ല മായി. ഇത് അർണവാണ് പറയുന്നത്, ഓർത്തു. ദേവൂട്ടാ നമ്മളോട് ക്ഷമിച്ച് ഇനി അവരെ ഉപദ്രവിക്കല്ലടാ. രാധു ഒന്നും പറയാതു അവൻ പറ. രാധു നീ മിണ്ടാതിരിക്കുന്നത്. നീ പറഞ്ഞാൽ അവൻ കേൾക്കും. ഒന്ന് പറയടാ. ഞാനെന്ത് പറയാനാണ് ചേച്ചി? സ്വന്തം മോൻ ചെയ്യുന്ന തെറ്റിന് അവൻ അനുഭവിക്കാൻ തന്നെ വേണം. കിട്ടട്ടെ അല്ലേ കുറച്ചെങ്കിലും. അയ്യോ നീ കൂടെ ഇങ്ങനെ തുടങ്ങിയുള്ളൂ. ഒരു ദേവൂട്ടാ അവൻ്റെ കാല് വേണമെങ്കിൽ പിടിക്കാം. നീ അവനെ ഉപദ്രവിക്കട്ടെ. കഷ്ടം നാണം ഉണ്ടാമായി എൻ്റെ കാൽ പിടിക്കാൻ നടക്കുന്നത്. ഒരു 5 വർഷം മുന്നേ എൻ്റെ കാലിന് പോലമായി പിടിച്ചതാണ്. അതേ തെറ്റ് ഇവിടെ ആവർത്തിച്ചു. പക്ഷേ ഇനി ഒരു തെറ്റ് ആവർത്തിക്കാൻ ഇവൻ ഉണ്ടാവില്ല. അതുകൊണ്ട് അമ്മാനോട് ഞാൻ പറയാം, ഇന്ന് തന്നെ മോനെ വിളിച്ചുകൊണ്ട് ഈ കുടുംബത്തിൽ നിറയിക്കണം. ഇതെൻ്റെ പേരിലെ തറവാടാ. ഇനി ഇവനെ ഇവിടെ കണ്ട ദേവിയാണ് സത്യം, എൻ്റെ പെറ്റമ്മയാണ് സത്യം. ഈ നാളിൻ്റെ മോനെ ഞാൻ കൊന്നുകളി. എൻ്റെ അവസാന പക്കണമ്മേ കേട്ടോടാ. നിന്നെ ഞാൻ വെറുതെ വിടില്ലടോ. മോനെ എൻ്റെ മോനെ നീ ഒന്ന് പിടിക്കടാ. ഞാൻ മോനെ കാൽ പിടിക്കാൻ പിണ്ടായിരിക്കും മോനെ. മാറി നിൽക്കമ്മ. എന്തിനാ ഇവന്റെ കാൽ പിടിക്കാൻ നടക്കുന്നേ? പിന്നെ അർണാവേ ഇവിടെ നിൽക്കുന്ന യുവക്ക് വേണ്ടിയല്ലടാ നീ എന്നെ ഉപദ്രവിച്ചത്. എന്നാ നീ എഴുതിയിട്ടു നീ ചെല്ലാത്തെയും കാണാത്ത എടുത്ത് ഞാൻ ഇവളെ കൊണ്ടുപോകും. ഇത് മിഥുൻ പറയുന്ന വാക്കാ. അടിച്ച് തോപ്പിച്ചെന്നും വെച്ച് നീ ഒന്നുമല്ല. നീ ഓർത്തു വെച്ചോ. പൊന്നുപോയി ഇനി ഭൂലോകത്തെ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? പിന്നെ നിനക്കൊരു അവസാന ചാൻസ് കൂടെ തരുക. നീ തൊട്ടത്
ഈ അർണവിൻ്റെ പെണ്ണിനാടാ. ഇനി നിനക്കൊരു ചാൻസ് ഇല്ല. കണ്ടു തന്നെ അറിയാടാ. കാണാടാ തെണ്ടി, ഇനി ഒരു ചാൻസ് നിനക്കില്ല. ഇറങ്ങിപ്പോടാ എന്നെ വേണ്ടി. ചങ്ങരമാമേ, ഇവനെ ഇപ്പം തന്നെ ഇവിടെ നിന്ന് പറഞ്ഞിട്ടോ. ആ ശരി കുഞ്ഞ്, ഞാൻ വിടാം. പിന്നെ എൻ്റെ അമ്മായിക്ക് വേണമെങ്കിൽ മാത്രം ഇവിടെ താമസിക്കാം. എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് മാത്രം, അമ്മായിക്കും മാത്രം. മോനെ ഇങ്ങനെ പറഞ്ഞു എങ്ങനെയാടാ ഇവന് പിന്നെ ഇങ്ങോട്ട് പോകും? ഇവനെ ഞാൻ എങ്ങനെ ഒന്ന് പറ. ഒരു ദേവൂട്ടാ നീ ഇങ്ങനെ പറയുന്നേ? ഇവനെങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നേ? നീ അവൻ്റെ മുഖം കണ്ടില്ലേ? മിണ്ടി പോകരുതമ്മാവ. മോനെ ദേവൂട്ടാ, അമ്മ കാല് പിടിക്കാം. ഇവനൊരു വൈദ്യുതിയെങ്കിലും നീ ഒന്ന് കാണിക്കേ. അമ്മമ്മ പറഞ്ഞിട്ട് അത് ഞാൻ കേട്ടില്ലെന്ന് വേണ്ട. ശങ്കരേട്ടാ, വൈദ്യനെ വിളിച്ചോളൂ അവരെ കാണിക്കാം. ആ ശരി കുഞ്ഞ്. ഗോപാല, ആൻറ്റി നിങ്ങളെന്തായാലും അത്രയ്ക്കേനെയും കൊണ്ട് വീട്ടിലേക്ക് പോകും. ഇനി എന്താ ഇവിടെ നിന്നിട്ട് വേണ്ട. ശരി മോളെ വാ. എടാ ദേവൂട്ടാ, നീ എങ്ങോട്ടാ പോകുന്നേ? ഇനി ഉപദ്രവിക്കാനോ? അതൊന്നും വേണ്ട, അതൊക്കെ കഴിഞ്ഞ്. ഇല്ലമ്മ, ഇനി ഒന്നിനും പോകുന്നില്ല. എനിക്കൊന്ന് കവല വരെ പോകണം. നിങ്ങൾ പൊക്കോ. Atvika, don't worry, I'm here. Okay, പേടിക്കാതിരിക്കേ. ആൻറ്റി, അദ്വികനെ റൂമിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നിൽക്കുന്ന അത്ര നല്ലതല്ല. ചെല്ലാതിരിക്ക. ശരി മോളെ, വാ പോവാ. ചെല്ലത്വിക, don't worry. ഹലോ ചെറീസ്, പോവരുത്. ഓതറേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ചേച്ചിക്ക് പനിയാണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ കരുതുന്നു. അപ്പോൾ സൗണ്ടിൽ വ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ കുക്കി പറഞ്ഞു. അതെ, അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കുറേ കമൻസ് വന്നിരുന്നു. കുക്കി ഹായ് പറയൂ, വി ഹായ് പറയൂ, ടേക്ക് ഹായ് പറയൂ, അതുപോലെ ജിമിൻ ഹായ് പറയൂ. അപ്പോൾ എല്ലാവരോടും ചേർത്ത് നമ്മൾ ഒത്തു പറയുകയാണേ. അപ്പോൾ ആരുടെയെങ്കിലും പേരൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ വി തുടങ്ങി. പിന്നെ കുറച്ച് പേര് ഇതിൽ പേര് പറഞ്ഞിട്ടില്ല. പിന്നെ അവരുടെ ഐ ഡി വെച്ചാണ് ഞാൻ പറയുന്നത്. ചിന്നു, കൃഷ്ണരാജ, അർമികാള്, ഹിബ, പിന്നെ വീണ്ടും ഒരു ഹിബ, മിത്തു, അനീഷ, ആലിയ, ഫറിദ, ചൈത്ര, സന, ശ്രീനന്ദ, പിന്നെ വേറൊരു കുട്ടിയോട് ഹായ് പറയാൻ പറഞ്ഞു. കുട്ടിയുടെ പേര് കുട്ടി പറഞ്ഞില്ല. അപ്പോൾ എല്ലാവർക്കും കുക്കിനെ സ്നേഹിക്കുന്നവരും വി സ്നേഹിക്കുന്നവരും കുക്കിനെ സ്നേഹിക്കുന്നവരും എല്ലാവർക്കും ഞങ്ങളുടെ ഹായ്. പിന്നെ സ്നേഹിക്കുന്നവർക്ക് എൻ്റെ വക സ്പെഷ്യലായിട്ട് ഹായ്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഹായ് പറയാൻ പറഞ്ഞവർക്ക് എൻ്റെ വക സ്പെഷ്യലായി വീണ്ടും അവർക്കൊരു ഹായ്. അപ്പോൾ ഞങ്ങളുടെ കോട്ട കഴിഞ്ഞു. ഇനി നിങ്ങൾ വേറൊരു കൊച്ചു പറഞ്ഞിരുന്നു ജിമിൻ്റെ അടുത്ത് എന്തോ പറയണമെന്ന്. അപ്പോൾ ജിമിനെ വിളിക്കാം. ഓക്കെ, ഞാൻ വന്ന് നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് ഫാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം കൊച്ചിനെ കാണാം. എൻ്റെ അടുത്ത് നല്ല ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞു, ഫസ്റ്റ് ടൈം ആട്ടോ പറയുന്നത്, ജിമിനെ കൊണ്ട് ഹൈ ലവ് പറയിപ്പിക്കാൻ. അപ്പോൾ ആ പറഞ്ഞ ഹായ് ആൻഡ് ഐ ലവ് യു. അപ്പോൾ ഓക്കെ എന്തായാലും അവൻ്റെ അര തീരുമാനമായി. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. സോ ബൈ. Yeah, bye guys.